ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ 4ാം ദിനമാണ്. 4ാം ദിനത്തിലെ വിശേഷങ്ങളാണ് നമ്മളിങ്ങനെ അറിഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ വേദി 2 തിരുവാതിരക്കളി മത്സരമാണ് നടക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേജിൻ്റെ പിറകിൽ ഒരുപാട് സുന്ദരി കുട്ടികൾ നല്ല തിരുവാതിരക്കളി മത്സരത്തിന് വേണ്ടിയിട്ടുള്ള വസ്ത്രമൊക്കെ ധരിച്ച് നല്ല മേക്കപ്പൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും അവരുടെ വിശേഷങ്ങളാണ് നമ്മൾ അറിയുന്നത്. ഈ സ്റ്റേജിൻ്റെ പിറകിലെ വിശേഷങ്ങളാണ് നമ്മളിന്ന് അറിയാൻ പോകുന്നത്. മക്കളെ, നിങ്ങൾ മത്സരിച്ച് കഴിഞ്ഞോ? മത്സരിക്കാൻ പോവാണ് അല്ലേ? ടെൻഷൻ ഉണ്ടോ? എങ്ങനെയാ? ടെൻഷൻ അത്യാവശ്യം. നല്ലോണം പഠിച്ചോ? നിങ്ങൾ ഏത് സ്കൂളിലാ? ഏത് ഫസ്റ്റ് ടൈം ആണോ മത്സരിക്കുന്നത്? എങ്ങനെയാ? മുന്നേ മത്സരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ടെൻഷനൊന്നും ഇല്ലാന്നാണോ? അതോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തോ? എങ്ങനെയാ മക്കളെ? എന്ത് നിങ്ങളെ ഈ കുഞ്ഞു മക്കളാണ്, സാരിയൊക്കെ ഉടുത്ത് നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു? എന്താ നിങ്ങൾക്ക് ഫസ്റ്റ് മുന്നേ ഉടുത്തിട്ടുണ്ടോ അങ്ങനെ സാരിയൊക്കെ? ഉണ്ടാവില്ല അല്ലേ? ഉണ്ടാവും അല്ലേ? അപ്പൊ ആരെയും മേക്കപ്പ് ഒക്കെ ചെയ്തെന്ന ആരാ? ആൾക്കാർ തന്നെയാണ് ചെയ്തല്ലേ? അപ്പൊ നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ടൊക്കെ കളിക്കും കേട്ടോ എന്തായാലും സ്റ്റേജിൽ. നമ്മളിങ്ങനെ അപ്പോൾ ഇവിടെ ഒരു ടീം ഉണ്ട്. ഇതുപോലെ തന്നെ രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ ഈ ഒരു മത്സരം കോർഡിനേറ്റ് ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ്. എന്തായാലും മറ്റ് കുട്ടികളും മറ്റ് ടീമുകളൊക്കെ ഇവിടെ ഉണ്ട്. കുറച്ച് പേര് ഇവിടെ ഇരുന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവരെ ഒന്ന് പരിചയപ്പെടാം. മക്കളെ, നിങ്ങൾ ഏത് സ്കൂളിൽ നിന്നാ? നല്ല ഭംഗിയുണ്ട് കേട്ടോ നിങ്ങളിങ്ങനെ ഒരുങ്ങിയിരിക്കുന്ന കാണാനായിട്ട്. നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാ പഠിച്ചു? നല്ല വൃത്തിക്കൊക്കെ കഴിഞ്ഞോ? മത്സരം കഴിഞ്ഞില്ലല്ലോ അല്ലേ? അപ്പൊ നല്ല വൃത്തിയിലൊക്കെ പഠിച്ചോ? എങ്ങനെയാ പരിശീലനം ചെയ്തിട്ടുണ്ടോ? എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തി എല്ലാരും ഒന്ന്. എൻ്റെ പേര് തീർത്ഥ രൂപേഷ്. സനമിക സനേഷ്. എൻ്റെ പേര് ശ്രേയാലക്ഷ്മി. തന്മയ ഷിനോജ്. ശ്രീലയ. ധ്വനിയം മനു. ഇഷിക ഇ.പി. അൻവിയ എ. നിഹാര ജഗദീഷ്. ജാൻവി എ. നിങ്ങൾക്ക് ഈ തിരുവാതിരയൊക്കെ പഠിപ്പിച്ചെന്ന് ആരാ? എല്ലാവർക്കും നല്ല കോർഡിനേഷൻ ആണല്ലോ. ഈ കോർഡിനേഷൻ നിങ്ങൾ സ്റ്റേജിലും കാണിക്കണം കേട്ടോ. അപ്പോൾ എങ്ങനെ നിങ്ങൾ ക്ലാസ്സും ഈ നൃത്ത പഠനമൊക്കെ എങ്ങനെ പോയി? എങ്ങനെ ഒരുമിച്ച് കൊണ്ടുവന്നു ഇതൊക്കെ? ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടൊക്കെ വന്ന് കളിപ്പിക്കും. നമുക്ക് പാഠങ്ങളെല്ലാം നമ്മൾ ടീച്ചറോട് നോക്കി മനസ്സിലാക്കും. അപ്പോൾ അതൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടല്ലോ. ആദ്യമായിട്ടാണോ നിങ്ങൾ സ്റ്റേജിൽ കയറുന്നത്? എങ്ങനെയാ? അല്ല, രണ്ടാമത്തെ പ്രാവശ്യമാണോ? മുന്നേ ഇങ്ങനെ സംസ്ഥാന തലത്തിൽ പോയിട്ടുണ്ടോ നിങ്ങൾ? എങ്ങനെയാ കാര്യങ്ങൾ? എങ്ങനെയാ പോയിട്ടുണ്ടോ? ഇല്ല, പോയിട്ടില്ല. ജില്ലാതലം വരെ വന്നിട്ടുണ്ടല്ലേ? അപ്പൊ എങ്ങനെയാ ഇപ്രാവശ്യം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തോ? എങ്ങനെ നന്നായിട്ട് മത്സരിക്കാൻ പറ്റുമോ? എങ്ങനെയാ? നന്നായിട്ട് പ്രതീക്ഷയുണ്ട്. സബ് ജില്ലാ തലത്തിൽ നല്ല രീതിയിലൊക്കെ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരെയാണ്. അപ്പോൾ മറ്റു കുട്ടികളുണ്ട്. മക്കളെ, നിങ്ങൾ ഏത് സ്കൂളിൽ നിന്നാ? അടിപൊളി. അപ്പോൾ നിങ്ങൾ നല്ല ഭംഗിയിൽ നിങ്ങൾ കളിച്ചു കഴിഞ്ഞവരാണോ? കളിച്ചല്ലേ? അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ട് കളിക്കാൻ പറ്റുമോ? മുന്നേ നിങ്ങൾ ഇങ്ങനെ ജില്ലാ കലോത്സവത്തിൽ ജില്ല വരെ എത്തിയിട്ടുണ്ടോ? എങ്ങനെയാ? ഇതുവരെ നമുക്ക് തിരുവാതിര നമ്മുടെ സ്കൂളിനെ കിട്ടില്ല. ഇപ്രാവശ്യം കിട്ടി, ജില്ല വരെ എത്തി. കളിച്ചുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അതായത് ഇതുവരെ ജില്ലയിൽ മത്സരിച്ചിട്ടില്ല, അപ്പൊ പുതിയതായിട്ട് ഇപ്പൊ ആദ്യമായിട്ട് മത്സരിക്കുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? നല്ലതായിരുന്നു. ആരാ നിങ്ങൾക്ക് ഈ തിരുവാതിരയൊക്കെ പഠിപ്പിച്ചെന്ന്? ആരാ? ബാബു മാഷ്. അപ്പൊ നിങ്ങൾ എങ്ങനെയാ പഠിക്കുന്നതിന്റെ കൂടെ ഇതും കൊണ്ടുപോവോ? എങ്ങനെയാ കാര്യങ്ങൾ? നിങ്ങൾ ഇതൊക്കെ ആരാ ചെയ്തെന്ന് അറിയോ? ഈ മേക്കപ്പ് ഒക്കെ ആരാ ചെയ്തെന്ന്? മാഷിന്റെ നേതൃത്വത്തിൽ തന്നെ സംഘടിപ്പിച്ചാണ്. അപ്പൊ നിങ്ങൾ മുന്നേ ഇങ്ങനെ സാരിയൊക്കെ ഉടുത്തിട്ടുണ്ടോ? ഉണ്ടല്ലേ? അതല്ലാതെ നമ്മള് പൊതുവിൽ അങ്ങനെ ഉടുത്തൊരു ശീലം ഉണ്ടാവില്ലല്ലോ നിങ്ങൾക്കല്ലേ? അപ്പൊ അതിന്റെ ഡിസ്കംഫോർട്ട് ഒന്നും നിങ്ങൾക്ക് ഇല്ലല്ലോ അല്ലേ? അതൊന്നും കുഴപ്പമില്ല. നമ്മുടെ രീതി തന്നെ ഉടുത്തു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ മത്സരിക്കാനല്ലാതെ നിങ്ങൾ വേദിയിൽ കയറിയിട്ടുണ്ടോ തിരുവാതിര? നിങ്ങൾ ഈ ടീം തന്നെയാണോ? ആ കാര്യങ്ങൾ എങ്ങനെയാ? തിരുവാതിര കയറിയിട്ടില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു ടീം. വേറെ കഴിഞ്ഞ വർഷമൊക്കെ 7 ലയിച്ചുമാർ അങ്ങനെ എടുക്കുമ്പോഴായിരുന്നു. പ്രാവശ്യം നമ്മളൊരു വേറെ ഡാൻസോ പാട്ടോ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ശാസ്ത്രീയ സംഗീതം. ഒരു പാട്ട് പാടി തരുമോ? എങ്ങനെയാ? എന്തെങ്കിലും രണ്ടുപേര് പെട്ടെന്ന് നിജമൂകരാമണി പാദമൂല നേരനം വിനാ നൂബ്രോവുമു നിജമൂകരാമണി പാദമൂല നേരനം വിനാ നൂബ്രോവുമു നിജമൂക രാമണി
പാദമൂല നേരനമ്മിന നൂബ്രോവു മുനിജ മൂകരാമ. അടിപൊളി അടിപൊളി മോളെ, എല്ലാവിധ ആശംസകളും നേരെയാണ്. അപ്പം നിങ്ങളിപ്പം മത്സരിച്ച് ക്ഷീണിച്ചിരിക്കുന്നല്ലേ, ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിക്കുന്നതാണ് പറയാനുള്ളത്. എല്ലാവിധ ആശംസകളും നേരെയാണ്. അപ്പോൾ നമ്മൾ തിരുവാതിര മത്സരത്തിൻ്റെ സ്റ്റേജിന് പിറകിലെ വിശേഷങ്ങളാണ് ഇങ്ങനെ അറിഞ്ഞു വന്നത്. എന്തായാലും ഒരുപാട് പേർക്ക് ഇനിയും മത്സരിക്കാനുണ്ട്, മത്സരിച്ച് കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നവരുണ്ട്, വെയിറ്റിങ്ങിലുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് വിശേഷങ്ങളാണ് തിരുവാതിര മത്സരത്തിൻ്റെ സ്റ്റേജിന് പിറകിലുള്ളത്. കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ യദു കണ്ണപുരത്തിനോടൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ വിഷൻ.